അള്ളാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതിനാണ് ഈ ഓഫർ എല്ലാം തരുന്നത്. അല്ലാതെ നരകം എന്ന് പറയുന്ന ഒരു കമ്പനി അന്ന് സൃഷ്ടിച്ചിട്ട് ഇബ്ലീസ് എന്ന ഗുണ്ടകളെ അയച്ചിട്ട് സ്റ്റാഫിനോട് മൊത്തത്തിൽ കോർപ്പറേറ്റ് മുതലാളി പറയുന്ന പോലെ എല്ലാവരും ഈ കൊല്ലം ഏഷ്യയിൽ മാത്രം നമുക്ക് 1 ലക്ഷം ടീമിനെ കിട്ടണം, പിന്നെ യൂറോപ്പിൽ 2 ലക്ഷം വന്നോട്ടെ, ഈ അർജന്റീന ബ്രസീൽ ഭാഗത്ത് ഒരു 50,000 കിട്ടിയാൽ മതി. ഇങ്ങനെ കോർപ്പറേറ്റ് മുതലാളി സ്റ്റാഫിന് എംപ്ലോയീസിന് ടാർജറ്റ് കൊടുക്കണ പോലെ ഇത്ര ലാഭം ഉണ്ടാക്കണം എന്നല്ല അല്ല പറയുന്നത്. എന്താ പറയുന്നത് അറിയാം? ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഓരോ മഗ്‌രിബിന്റെ സമയത്തും 1 ലക്ഷം ആളെ നമുക്ക് നരകത്ത് ഒഴിവാക്കാം. ആരാ? ഫുളൈബിനിയാദങ്ങൾ, ഇബ്രാഹിം അതുങ്ങളല്ല. നരകം ടിക്കറ്റ് കൺഫേം ആയ ടീമിന് അവരെ മോചിപ്പിക്കും. വെള്ളിയാഴ്ച ആയ പിന്നെ ഓഫർ എത്ര? എന്നിട്ട് നരകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കിതാബ് ചോദിക്കാം ഫമത, പിന്നെ എപ്പോഴാ അവൻ റമദാൻ വന്നിട്ടും പൊറപ്പിച്ചിട്ടെങ്കിൽ ഫമത, പിന്നെ എപ്പോൾ? ഇനി മസ്റൂർ സക്കാഫി ഉസ്താദിന് റമദാൻ ഉണ്ടോ? നമ്മളുടെ ഉപ്പാപ്പ ഉമ്മാമ മരിച്ചുപോയവർക്ക് റമദാൻ ഉണ്ടോ? നമുക്ക് ഇനി റമദാൻ ഉണ്ടാവും നമുക്കറിയോ? ഫമത, ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഒട്ടിച്ചു നോക്കണം. റമദാനിൽ പാപങ്ങൾ പൊറപ്പിച്ചിട്ടില്ലെങ്കിൽ ഫമത, അവൻ എപ്പോൾ പൊറപ്പിക്കും? അള്ളാഹു പുറത്തേരുമാറാവട്ടെ. നമ്മൾ അതല്ലേ നമുക്ക് പുറത്തേരുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവും.